ആ പ്രിയമുള്ളവരെ, യൂട്യൂബ് എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് പറയാൻ വന്നത് എൻ്റെ LLBയുടെ സർട്ടിഫിക്കറ്റ് ഏതാണ്ട് ശരിയായിട്ടുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ ഏതാണ്ടൊക്കെ കറക്റ്റായിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് വാട്സപ്പ് മെസ്സേജ് വന്നു. അന്നേരം എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ പുറത്തേക്കുള്ള പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മുടെ മിക്ക കൺസൾട്ടൻസികൾ സാന്റോമോണിക്ക ഉൾപ്പെടെയുള്ള, എനിക്ക് സാന്റോമോണിക്കയുടെ കാര്യം അറിയില്ല. സാന്റോമോണിക്ക നല്ല ഒരുവിധം നല്ല ഇതായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. മറ്റുള്ള കൺസൾട്ടൻസിയിൽ നിന്ന് കാശ് വാങ്ങി പുറത്തേക്ക് ലക്ഷങ്ങൾ വാങ്ങിയിട്ടായിരിക്കും പുറത്തേക്ക് പോകുന്നത്. ഇവർ സൂക്ഷിക്കുക. കാരണം അവിടെ ചെന്നിട്ട് ജോബ് വേക്കൻസി പോകുന്നവർക്ക് ജോബൊന്നും കിട്ടിയെന്ന് വരില്ല. അല്ലാതെ സാധാരണ ഫുഡ് പാക്കിങ്ങോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് പാക്കിങ്ങോ അങ്ങനെ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നതിനോ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും ജോലി കിട്ടുക. പിന്നെ കാറ്ററിങ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളറിയും. ചിലർക്ക് ഭാഷ സംബന്ധമായ അറിവ് കുറവായിരിക്കും. ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ അവിടെ ചില വീഡിയോസുകളും ചിലതൊക്കെ കാണുവാനിടയായി. എനിക്ക് വിദേശത്തുള്ള അല്ലാത്തവർ, വിദേശ വനിതകളും അല്ലാതെ വിദേശ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാരെ എനിക്ക് വീഡിയോസൊക്കെ ഇട്ട് തന്നു. അന്നേരം ചില ആൾക്കാർ അവിടെ പരിസരത്ത് തുപ്പുന്നുണ്ട്. പിന്നെ നമ്മുടെ യൂറിൻ പാസിങ് നടത്തുന്നുണ്ട്. ഈ ഓപ്പൺലി ആരും കാണുകയില്ലെന്നും പറഞ്ഞ് അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് അറിയുന്നത്. അവരാരും അങ്ങനെ, അവർ എവിടെയെങ്കിലും അവർക്കറിയാം ആ യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് അവർ പോയി യൂറിൻ പാസ് ചെയ്യുക. അവർ യൂറോപ്യൻസ് ആരും അങ്ങനെ യൂറിൻ പാസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻസ് ഭയങ്കര ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത്. അവർ അവിടെ ഭയങ്കരമായിട്ടുള്ള ചില ആൾക്കാർ അത്യാവശ്യം രക്ഷപ്പെടുമെങ്കിലും മിക്ക ആളുകളും ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത്. 1988 90കളിൽ ഞാൻ എൻ്റെ അവിടെ സാമച്ചൻ എന്ന് പറയുന്നൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അയാളുടെ കൂടെ ഒരു ബില്ലി വർഗീസ് എന്ന് പറയുന്ന 2 പിള്ളേരുണ്ട്. ഇവരുടെ കൂടെ ഞാൻ കുറേ നാൾ, ഇവരുടെ അമ്മയും അച്ഛനും ഒന്നും ഇല്ല. അച്ഛനുണ്ട്, അമ്മയില്ല. അന്നേരം ഇവരുടെ അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞ് ഞാൻ ഇവരുടെ കൂടെ കൂടി. ഞാൻ ഇവരുടെ കൂടെ ചിലപ്പോൾ ഞാൻ കുക്കിങ്ങൊക്കെ ചെയ്യും, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും. ഞാൻ ഇച്ചിരി എനിക്ക്, കാരണം എനിക്ക് 2-3 കാര്യങ്ങൾ ഞാൻ ഇച്ചിരി മെച്ചുവറാന്ന് ഓർത്തോണം. അന്നേരത്തേക്ക് ഞാൻ ഇവരുടെ കൂടെ നിന്ന്, ഇവരുടെ ഒരാളുടെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ ഞാനൊന്ന് പുറത്തേക്ക് പോകാനായിരുന്നു. അന്നേരത്തേക്ക് ഈ വർഗീസ് എന്ന് പറയുന്ന ഇയാൾ ഭയങ്കരമായിട്ട് ഡയലോഗും ഒക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞു. ഞാനും പറഞ്ഞു, ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞുവെങ്കിലും ഇയാളുടെ മൈഗ്രേഷനൊക്കെ ഗ്രീൻ കാർഡൊക്കെ കിട്ടി അമേരിക്കയിലൊക്കെ പോയി. പിന്നെ നമ്മളെ തിരിഞ്ഞു നോക്കില്ല. പിന്നെ എല്ലാം ദൈവം നിശ്ചയിച്ച പോലെ എൻ്റെ ചില പരിപാടികളെല്ലാം തകർന്നു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റിയില്ല. ഒന്ന് എന്ന് പറയുന്നത് ഞാനൊരു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. അതിനുശേഷം എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എനിക്ക് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കാണ് എനിക്ക് ഗവൺമെൻറ്റിലൊരു ജോബ് കിട്ടുന്നതും. അതിനുശേഷം ഞാൻ കുറച്ച് നാൾ അച്ഛൻ പറഞ്ഞു, അമ്മയും പറഞ്ഞു, എടാ നീ ഒരിടത്തും പോകണ്ട, ഞങ്ങൾക്കാരുമില്ല, മറ്റ് സഹോദരന്മാരും ആരുമേ നോക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് അപ്സെറ്റ് ചെയ്ത് ഞാനങ്ങനെ കുറേ നാൾ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പുറത്ത് പോകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും. അത് എനിക്ക് ഇന്ത്യയിലെ ഈ ഒന്നാമത് എന്ന് പറയുന്നത് ആവശ്യമില്ല ജനങ്ങളുടെ അല്ല. കാരണം ഇനിയിപ്പം ഈ നമ്മുടെ ഇവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുള്ളൂ. ഒന്ന് പൊളിറ്റിക്കലാകാം, അതുപോലെ തന്നെ സോഷ്യലാകാം, എനി പ്രോബ്ലംസ്.
അന്നേരത്തേക്ക് നമുക്ക് കൂടുതൽ ചൂസ് ചെയ്യുന്നത് മിക്കവരും അങ്ങനെയാണ്. സെക്യൂറായ എവിടെയെങ്കിലും ജോലിയുള്ള അന്വേഷിച്ച് കണ്ടുപിടിക്കുക, അവിടെ താമസിക്കുക. ഇപ്പോൾ കൂടുതലും ചൈനയിലൊക്കെ പോകുന്നുണ്ട്, കുറേ പേര് റഷ്യയിലേക്കൊക്കെ പോകുന്നുണ്ട്. അവിടെ ചെന്ന് കുടുങ്ങി തണുപ്പത്ത് പോകുക. സൈബീരിയ അതിൻ്റെ അടുത്താണ്. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അന്നേരം നമ്മുടെ സർക്കാരുകളൊന്നും ഇതിനു വേണ്ടി കാലാകാലങ്ങളിൽ ഒന്നുമേ ചെയ്യുന്നില്ല. കാരണം സർക്കാർ ഇതിനെ നെവർ മൈൻഡായിട്ടാണ് കാണുന്നത്. പിന്നെ എനിക്ക് ഈ പോകുന്നവർ ഒരു കാര്യം ചെയ്യണം, പൈസ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻഷുറൻസായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇച്ചിരി സേവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇൻഷുറൻസ് സേവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും ഒരു 10 പൈസയ്ക്ക് ഉണ്ടാകില്ല, കയ്യിലുണ്ടാകില്ല. അതുകൊണ്ട് പരമാവധി ഇൻഷുർ ചെയ്യുന്നതാകും നല്ലത്. അത് ആക്സിഡൻസ് ഇൻഷുറൻസ് ആകാം, മറ്റ് ലൈഫ് ലൈൻ ഇൻഷുറൻസ് ആകാം, അതുപോലെ തന്നെ മറ്റ് ഇതാകാം. അത് ഇച്ചിരി പൈസ ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഹെൽത്തി ഇൻഷുറൻസ് ആകാം, ഇവയൊക്കെ വെക്കുന്നത് നല്ലതാകാം. കാരണം നമ്മൾ ഒരു തിരിച്ചുവരവ് വന്നാൽ അതിന് എവിടെയെങ്കിലും ജീവിക്കണമെങ്കിൽ നമുക്ക് ഒരു മാർഗം ഇതായിരിക്കും എന്ന് ഞാൻ പറയുന്നു. ഇവിടെ വന്നാലും ഒരു സംരംഭമെങ്കിലും നടക്കണമെങ്കിൽ എവിടെയെങ്കിലും, ഇപ്പം ഈ കേരളത്തിൽ പണി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ ഇനി ആരെല്ലാം വന്നാൽ നേരെ മറ്റ് പുറത്ത് ഒന്നിൽ വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലുമോ ഒക്കെ സ്ഥാപിച്ച് ജീവിക്കാൻ നോക്കുക. അതേ പറയാനുള്ളൂ, മറ്റൊന്നും പറയാനില്ല. നമ്മുടെ ഗവൺമെൻറ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഈ ഗൾഫ് മേഖല കോവിഡ് കാലത്തെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. നേരത്തേക്ക് അതിന് വേണ്ട മെഷേഴ്സുകൾ യൂറോപ്പിലേക്ക് പോകുന്നവർ ചെയ്യണമെന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ആരും പ്രൊട്ടക്റ്റ് ചെയ്യാനില്ല. മോഡി സാറ് ഇപ്പം ഇതൊന്നും നമ്മളെ ആരുമല്ല ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം ബിസിനസ്സും ആയുധപന്തയും ഒക്കെ ആയിട്ട് പോവുകയാണ്. അന്നേരത്തേക്ക് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിൻ്റെ മൈൻഡിലെ ഇതൊന്നും, പുള്ളി ലോകത്തെ ആരാണ്ടൊക്കെ പറയുന്നുണ്ട്, നോർത്തഡോമസ് പറഞ്ഞ പുള്ളിയാണ്. അന്നേരത്തേക്ക് നമ്മളെ ഒന്നും ആ പുള്ളി വരുന്നത് കൊണ്ട് ഇനി നമുക്കൊന്നും പറയാനൊക്കില്ല. പിന്നെ രണ്ടാമത്തെ പുള്ളി കേരളത്തിലെ ഇരിക്കുന്ന പുള്ളിയാണെന്നും മൂന്നാമത്തെ ഒരാളോടുണ്ട്. ആ പുള്ളി ഇപ്പം സറണ്ടർ ചെയ്ത് ഈ കേരളത്തിലൊക്കെ ഉണ്ട്, കോർഡിനേറ്ററായിട്ട് നടക്കുകയാണെന്നാണ് അറിവ്. അന്നേരം 3 പുള്ളികളും വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇവരെല്ലാവരും ലോകത്തെ നന്നാക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ആർക്കറിയാം എന്ത് നന്നാക്കുമെന്നോ എങ്ങനെ നന്നാക്കുമെന്നോ ഒന്നും പറയാനൊക്കില്ല. അന്നേരം എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒരു നല്ല ഓണാശംസകൾ നേരുന്നു എല്ലാവർക്കും. താമസിച്ചു പോയി, എനിക്ക് ആ സമയത്ത് വൈറൽ ഫീവർ പിടിപെട്ടു. ഭക്ഷണമൊന്നും ഇല്ലായിരുന്നു, ഞാനിങ്ങനെ ബാഡായിട്ട് കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു.